ആ ആ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ ഒറ്റയ്ക്ക് ക്യാമ്പിങ്ങിന് പോവാണ്. അല്ല കേട്ടാ, ഞങ്ങളുണ്ട്. പറ്റിച്ചല്ല പത്തു, പറ്റിച്ച്. ഇനി നെക്സ്റ്റ് റാമ്പ് വാക്കാണ്. റാമ്പ് വാക്ക്. ഹായ് പറയൂ. ഹായ് ഗൈസ്. ഒരു ബാബുന്നെങ്കിലും പറ പറ്റും. ഒരു ബാബു. അങ്ങനെ കുറേ കാലമായിട്ട് ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ബാർബിക്യൂ നൈറ്റ് പ്ലാനിങ് ഇന്ന് നടക്കാൻ പോവാണ്. നമുക്ക് ആർക്കും വലിയൊരു ഐഡിയ ഇല്ല എങ്ങനെയാണ് ഈ ബാർബിക്യൂ വെച്ചാൽ അത് കത്തിക്കേണ്ടതും അതിൻ്റെ ഒരു കാര്യങ്ങളൊന്നും. കാരണം അത് കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ ഈ നമ്മൾ കൊണ്ടുപോകുന്ന മാരിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സാധനങ്ങളൊന്നും അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്യാൻ വെക്കുന്ന സാധനങ്ങളൊന്നും ശരിക്കും കുക്കാവില്ല, ഇല്ലെങ്കിൽ അത് ഓവർ കുക്ക്ഡായിട്ട് കരിയും. അപ്പോൾ ബെങ്കു പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്രാവശ്യം നമ്മൾക്ക് എക്സ്പെരിമെൻ്റാണ്, അടുത്ത പ്രാവശ്യം നമ്മൾ പൊളിക്കും എന്നാണ് അവൻ പറഞ്ഞേക്കണേ. അതുകൊണ്ട് ഞങ്ങൾ ഒരു കരുതലിന് വേണ്ടിയിട്ട് ബിരിയാണിയും കൂടി മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എങ്ങാനും പാളിയാലോ. പിന്നെ വിവേക് ഇതിനെപ്പറ്റി അത്യാവശ്യം അറിവുണ്ട് എന്നാണ് കേട്ടത്. അപ്പോൾ അവനും വരുന്നുണ്ട് നമ്മുടെ കൂടെ. അപ്പം നമ്മളിപ്പോൾ പോണത് കുദ്ര സൈഡാണ്. കുദ്ര പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 25-30 മിനിറ്റേ ഉള്ളൂ. നോർമലി വിൻ്റർ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഏരിയ എപ്പോഴും ക്രൗഡഡ് ആയിരിക്കും. ആൾക്കാർ ബാർബിക്യൂ ചെയ്യാനും ക്യാമ്പിങ് ചെയ്യാനൊക്കെ ആയിട്ട്, സ്പെഷ്യലി വീക്കെൻഡ്സ് എപ്പോഴും ആൾക്കാരുണ്ടാവും. നമ്മളും 1-2 റൗണ്ട് കറങ്ങി ഇപ്പം നമുക്ക് നല്ലൊരു സ്പോട്ട് കിട്ടിയിട്ടുണ്ട്. അയ്യോ, അവനെ ഓടി എത്തിയുണ്ടോ, അല്ലെങ്കിൽ ഒരാൾ വിളിച്ചാലോ വരുമോ? അതല്ല മൈക്കിൽ കൂടി വിളിച്ചു ഒരു ബാബു എന്ന് പറയൂ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ചാർക്കോള് കത്തിച്ചെടുക്കാൻ നമ്മൾ വിചാരിച്ചേക്കാളും കുറച്ചധികം സമയമെടുത്തു. ഇവിടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ടീം വർക്ക് ചെയ്യണ പോലെയായിരുന്നു ആൾക്കാരല്ല, അത് ചെയ്യാം, നമുക്ക് ഇത് ചെയ്യാം. അങ്ങനെ അവസാനം ഇത് കത്തി. പിന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് കൊണ്ടുവന്നതൊക്കെ അതിൻ്റെ മുകളിൽ വെച്ച് ബാർബിക്യൂ ചെയ്യാൻ സെറ്റ് ചെയ്തപ്പോഴാണ് നമുക്ക് മനസ്സിലായത് കത്തിയത് ആവശ്യത്തിൽ കൂടുതലുണ്ടായിരുന്നു എന്ന്. അതുകൊണ്ട് ചാർക്കോള് മാത്രമല്ല കത്തിയത്, അതിൻ്റെ മുകളിൽ ഗ്രില്ല് ചെയ്യാൻ വെച്ചതും കത്തിക്കരിഞ്ഞ് ഗണപതി ഹോമത്തിൻ്റെ പ്രസാദം പോലെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പോക്ക് നല്ലൊരു വഴിക്കല്ല എന്ന് നമുക്ക് മനസ്സിലായപ്പോൾ നമ്മൾ ബിരിയാണി എടുത്ത് കഴിച്ചു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ പതുക്കെ ഒരു 1-2 ട്രിപ്പൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്കിതിൻ്റെ ഒരു ടെക്നിക്ക് പിടികിട്ടി. അങ്ങനെ നമുക്കൊരു 2-3 റൗണ്ട് കറക്റ്റായിട്ട് ഗ്രില്ല് ചെയ്തെടുക്കാൻ പറ്റി. അങ്ങനെ അപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഒരു 12-12:30 ആയി. അപ്പോഴത്തേക്ക് അത്യാവശ്യം തണുപ്പായി. നമ്മൾ പിള്ളേരെ ടെൻറ്റിൽ കയറ്റി. അത് കഴിഞ്ഞ് നമ്മളും കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ഒരു 2-2:30 നമ്മളും വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ.